DLEDുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേറ്റ്സ് നൽകാനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്കറിയാം, ആലപ്പുഴ, ഇടുക്കി, കൊല്ലം, തൃശ്ശൂർ, പത്തനംതിട്ട എന്നീ ജില്ലകളിൽ അവർ റാങ്ക് ലിസ്റ്റ് നോട്ടീസ് ബോർഡിൽ മാത്രമാണ് ഇടുക. അവർക്ക് അവരുടെ ബ്ലോഗ് ആക്റ്റീവ് അല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺലൈൻ വഴി റാങ്ക് ലിസ്റ്റ് ലഭിക്കാൻ സാധ്യമാവുകയില്ല. നമ്മൾ ഈ DDE ഓഫീസുമായി ഒക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. കോട്ടയം DDE ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ 19-ന് ഇൻ്റർവ്യൂ നടക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ അവർ റാങ്ക് ലിസ്റ്റ് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. ഇന്നോ അല്ലെങ്കിൽ നാളെ ആയിട്ട് തന്നെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കോട്ടയത്തിൻ്റെ റാങ്ക് ലിസ്റ്റ് ഡയറ്റിൻ്റെ സൈറ്റ് വഴിയാണ് അറിയാൻ സാധിക്കുക. കണ്ണൂരിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇന്ന് പബ്ലിഷ് ചെയ്യുമെന്നാണ് അറിയാൻ സാധിച്ചത്. പത്തനംതിട്ടയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. 14-ാം തീയതിയാണ് ഇൻ്റർവ്യൂ എന്നാണ് അറിയാൻ സാധിച്ചത്. ആക്റ്റീവ് ആയിട്ടുള്ള ബ്ലോഗ് ഇല്ലാത്ത ആലപ്പുഴ, ഇടുക്കി, കൊല്ലം, തൃശ്ശൂർ, പത്തനംതിട്ട ഈ ജില്ലകളിൽ DLEDിന് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ DDE ഓഫീസുമായി നിരന്തരം കോൺടാക്റ്റ് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. DDE ഓഫീസിലേക്ക് നേരിട്ട് പോയിട്ടോ അല്ലെങ്കിൽ DDE ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചോ നിങ്ങൾക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റ് വന്നോ എന്നും ഇൻ്റർവ്യൂ ഡേറ്റ് വന്നോ എന്നും അന്വേഷിക്കാവുന്നതാണ്. DDE ഓഫീസിൻ്റെ ഫോൺ നമ്പർ നമുക്ക് നോട്ടിഫിക്കേഷനിൽ നിന്ന് തന്നെ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഗൂഗിളിൽ നിങ്ങളുടെ ജില്ലയുടെ DDE ഓഫീസ് എന്ന് സെർച്ച് ചെയ്താൽ നമ്പർ ലഭിക്കും. ഫോൺ നമ്പർ നോക്കുമ്പോൾ ആലപ്പുഴയത്തെ മാത്രം നമ്മളുടെ DDE ഓഫീസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് നമുക്ക് വിളിച്ചാൽ കിട്ടുന്നില്ല. ഫോൺ നമ്പർ നിലവിലില്ല എന്നാണ് പറയുന്നത്. ബാക്കി എല്ലാ ജില്ലകളുടെയും DDE ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ച് നമുക്ക് റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം, ഇൻ്റർവ്യൂവിൻ്റെ കാര്യം ചോദിക്കാവുന്നതാണ്. നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയാൽ ഉടനെ തന്നെ നമ്മൾ വീഡിയോ ചെയ്യും. ആലപ്പുഴ ജില്ലയിൽ കൊടുത്തിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. അവർ DDE ഓഫീസുമായിട്ട് നേരിട്ട് പോയിട്ട് തന്നെ അന്വേഷിക്കുക റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യവും. എന്തായാലും ആദ്യം ഗവൺമെൻറ് എയ്ഡഡ് റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ചെയ്യുക. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കൊക്കെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവർക്കൊക്കെ മെമ്മോ അയക്കുമെന്ന് എല്ലാ ജില്ലയിലെ DDE ഓഫീസുകാരും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മാനുമായിട്ട് നിങ്ങളൊന്ന് ചോദിക്കുക നിങ്ങളുടെ പേരിൽ മെമ്മോ വന്നിട്ടുണ്ടോ എന്ന്. അവരും പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ഒരു ചാൻസ് വെറുതെ കളയരുത്. അതുകൊണ്ട് തന്നെ നിരന്തരം DDE ഓഫീസുമായി കോൺടാക്റ്റ് ചെയ്യുക. ഇൻ്റർവ്യൂ ഡേറ്റ് വന്നോ, റാങ്ക് ലിസ്റ്റ് വന്നോ എന്ന് ചോദിക്കുക. നമ്മൾ അറിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. ബ്ലോഗ് ആക്റ്റീവ് ആയിട്ടുള്ള DDE ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന ഫൈനൽ റാങ്ക് ലിസ്റ്റ് അതുപോലെ തന്നെ ഇൻ്റർവ്യൂ പ്രസിദ്ധീകരിച്ചാൽ ഉടൻ തന്നെ നമ്മൾ വീഡിയോ ചെയ്യും. തൃശ്ശൂരിൻ്റെ DDE ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ 15-ന് ശേഷമേ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യൂ എന്നാണ് അറിയാൻ സാധിച്ചത്. എറണാകുളത്തിൻ്റെ സയൻസിൻ്റെ ഫൈനൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചു. മറ്റ് വിഷയങ്ങൾ ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് എന്നിവയുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടില്ല.